ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരൂർ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വയുടെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് തിരൂർ ശിഹാബ് ഹോസ്പിറ്റലും ട്രിനിറ്റി ഐ ഹോസ്പിറ്റലും സഹകരിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് തൃക്കണ്ടിയൂർ GLP സ്കൂളിൽ വെച്ച് നടന്നു. അസ്ഥിരോഗ വിഭാഗം, ENT, ജനറൽ മെഡിസിൻ, കണ്ണ് പരിശോധന, രക്തനിർണയം എന്നീ വിഭാഗങ്ങളിലായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര നിർവഹിച്ചു. മുഖ്യാതിഥിയായി തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് A. പങ്കെടുത്തു. ചടങ്ങിൽ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സപ്ലിമെന്റിന്റെ ഓളം എന്ന നാമകരണം സബ് കളക്ടർ നിർവഹിച്ചു. ഡോക്ടർ ഷഹീൻ ഹമീദ്, ഡോക്ടർ അബ്നാസ് മോൻ, ഡോക്ടർ റോസ്ന ജമാൽ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വ പ്രസിഡന്റ് MP സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നസീബ് മാസ്റ്റർ, KK റസാഖ് ഹാജി, KK അബ്ദുസലാം, ഹോസ്പിറ്റൽ മാനേജർമാരായ സുഹൈൽ, വിനീത്, പ്രദീപ് പയ്യോളി, സതിദേവി കുളങ്ങര, V. ഷമീർ ബാബു, VP ശശികുമാർ, MP രവീന്ദ്രൻ, പാറയിൽ ബാവ, ഹാജറ വെങ്ങാട്ട്, സിന്ധു മംഗലശ്ശേരി, ഹസീന സലാം, ഗീത വിശ്വനാഥൻ, ഷീജ രവി, കരുണകുമാർ, NM സാബിറ, K. ഹസൻ മാസ്റ്റർ, KM അഷ്റഫ് മാസ്റ്റർ, പാറയിൽ മാനുപ്പ, ഉള്ളാട്ടിൽ രവി, VP ഗോപാലൻ, അബ്ദുൽ ഖാദർ കൈനിക്കര, മനോജ് കൈലിശ്ശേരി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ 2011 ഈ സംഘടന രൂപീകൃതമായെങ്കിൽ ഇപ്പോൾ 14 വർഷമായി. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക്, നമ്മളെ കുടുംബ കൂട്ടായ്മകൾക്കൊക്കെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. തിരൂരിൽ 2 പ്രഗത്ഭ ഹോസ്പിറ്റലുമായി ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. അതൊരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ്. അത് കണ്ണ് പരിശോധനയും അതേപോലെ ഓർത്തോവും അതേപോലെ ENTയും ജനറൽ മെഡിസിനും പ്രഷർ ചെക്കപ്പും ഷുഗർ പ്രമേഹ രോഗ നിർണയ ക്യാമ്പും എല്ലാം കൂടെ ആയിട്ട് ഒരു വലിയ ഒരു സംരംഭമാണ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് നമ്മൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വമേധയ അവർക്ക് മുൻകൈ എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രചാരണമൊക്കെ കൊടുത്തില്ല. അതിന് പ്രത്യേകം നന്ദി മാധവിയോടും അതിൻ്റെ സഹപ്രവർത്തക പ്രദീപിനോടും. ഇതൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് നമ്മൾ ഈ പ്രോഗ്രാമിന് നമ്മുടെ തിരൂർ താലൂക്കിൻ്റെ കോർവയുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളും ഉള്ളാട്ടിൽ ലവേട്ടിനെ പ്രത്യേകം ഈ വേദിയിലേക്ക് കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായതാണ് ആരോഗ്യ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട വ്യക്തിയായ കളക്ടർ ശ്രീ ദിലീപ് സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എൻ്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കുന്നത് നമ്മുടെ ഇതിനെത്തിച്ചേർന്ന എല്ലാവരും സ്വാഗതം. വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇത്തരം സാമൂഹിക പ്രതിബദ്ധത. തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പിക്കുക എന്നുള്ളത് ജില്ലാ ഭരണകൂടത്തിന്റെ സർക്കാരിന്റെ ഒക്കെ വലിയൊരു ഉത്തരവാദിത്വമാണ്. പക്ഷെ അത് സർക്കാരിൽ ഒതുങ്ങി നിൽക്കാതെ ആ ഒരു ദൗത്യം നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം സാമൂഹിക കൂട്ടായ്മകൾ, പ്രത്യേകിച്ചും ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ തങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടറിയുന്ന ഒരു സംഘടനയാണ്. പല രീതികളിൽ ജില്ലാ ഭരണകൂടത്തോട് വളരെ മനോഹരമായിട്ട് സഹകരിച്ചു പോകുന്ന സംഘടനകളാണ് നമ്മുടെ നാട്ടിലെ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾ. സോ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂരിലെ ഈ ഒരു സംഘടന നമ്മളുടെ നാട്ടിലെ ഈ രീതിയിൽ പല സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന 2 ഹോസ്പിറ്റലുകളുമായിട്ട്, ശിഹാബ് ഹോസ്പിറ്റലാകട്ടെ ട്രിനിറ്റി ഹോസ്പിറ്റലുമായിട്ട് അവരുമായിട്ട് സഹകരിച്ച് ഈ നാട്ടുകാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു പത്രവാർത്ത വായിക്കുകയുണ്ടായി. കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആളോഹരി പ്രമേഹം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണെന്ന് നമ്മൾ വാർത്തകളിൽ കാണുകയുണ്ടായി. സോ ആ രീതിയിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി വരുന്ന, അതേപോലെ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതിർന്ന പൗരന്മാരുടെ എണ്ണം സമൂഹത്തിൽ കൂടിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സമൂഹത്തിൽ കൃത്യമായിട്ട് കേവലം ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങുന്നതിനപ്പുറം കൃത്യമായ ജീവിതശൈലി ക്രമീകരണം, രോഗപ്രതിരോധം, അതേപോലെ ആവശ്യമായ പാലിയേറ്റീവ് കെയർ, ഇതൊക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട് മാറേണ്ട ഒരു സംഗതിയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിന് അനിവാര്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിലേക്കൊരു മികച്ച ചുവടുവയ്പായിട്ട് തന്നെയാണ് ഈ ഒരു ക്യാമ്പിനെ നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു നാടിന് ആവശ്യമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാനും അതോടൊപ്പം നാടിന്റെ ഒരു ജാഗ്രതയായിട്ട് മാറുവാനും നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ഇവിടെയുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്നത്. ലഹരിയുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ പല തെറ്റായ പ്രവണതകൾ
വഴിതിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. സോ അതിനൊക്കെ എതിരെ ഒരു ജാഗ്രതയായിട്ട് മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിക്കുവാൻ നമ്മുടെ റെഫറൻസ് അസോസിയേഷനുകൾക്ക്, പ്രത്യേകിച്ചും അതിന്റെ നേതൃത്വം നൽകുന്ന ഭാരവാഹികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഇന്ന് പ്രകടിപ്പിക്കുന്ന ഈ ഒരു നിങ്ങൾ പല പ്രവർത്തനങ്ങൾ ആ മേഖലകളിൽ നടത്തുന്നുണ്ട്. അത് കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു നിങ്ങൾ മനോഹരമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. മെയ് 1 സ്റ്റേജ് ഇതര പരിപാടി കുട്ടികൾക്ക് വേണ്ടി വർണ്ണോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നത് ഈ സ്കൂളിൽ തന്നെയാണ്. അത് ചിത്രം വര, കളർ കൊടുക്കൽ, അതേമാതിരി കവിത ചൊല്ലല്, കഥ ചൊല്ലല്, അങ്ങനെയുള്ള നമ്മളെ റെസിഡൻസിന്റെ ഉള്ളിൽ നിൽക്കുന്ന അസോസിയേഷൻ മാത്രമാണ് ഇത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിരൂരിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള റെസിഡന്റ് അസോസിയേഷനാണ് നെറ്റ്വ. തീർച്ചയായിട്ടും സാർ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അത് ഞങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ 2-3 വർഷങ്ങൾക്ക് മുമ്പെല്ലാം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള അസോസിയേഷനാണ്. ഒരു പറഞ്ഞൊരു ഓർമ്മയിൽ ഒരു അവാർഡ് കൂടെ, എക്സൈസിൻ്റെ ഒരു അവാർഡ് കൂടെ അസോസിയേഷൻ ഏറ്റവും മികച്ച ലഹരി വിരുദ്ധ ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് കൂടെ നെറ്റ്വ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു. ഇവിടെ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിന് നെറ്റ്വയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. പരിപാടി എന്തായാലും നമ്മൾ മെഡിക്കൽ ക്യാമ്പ് എന്തായാലും ഒരുമിച്ച് ആളുകൾ കൂടില്ല. അപ്പോൾ വരുന്ന സമയങ്ങളിൽ പരമാവധി ആളുകൾ പങ്കെടുത്ത് ഈ പരിപാടി വലിയൊരു നെറ്റ്വയിനോട് കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാ പരിപാടികളും നടത്തുന്നത് തിരൂർ താലൂക്കിൻ്റെ. അത് തിരൂർ താലൂക്കിൽ തന്നെ ഏറ്റവും നല്ല ബിസിനസ് അസോസിയേഷനാണ് നെറ്റ്വ. ഇപ്പോൾ കഴിഞ്ഞ താലൂക്കിൻ്റെ പരിപാടി ജൂൺ 26 കഴിഞ്ഞ കൊല്ലം ആൻറ്റി നർക്കോട്ടിക് ഡേക്ക് ഞങ്ങൾ തിരൂർ താലൂക്കിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി. അതിലും കൂടുതലും എല്ലാവിധ സഹായം ചെയ്തത് പ്രസാകാജിയും കൂട്ടുകാരാണ്. അതുകൊണ്ട് നെറ്റ്വനെ പറ്റി പറഞ്ഞാൽ തീരില്ലാണ്, സമയമില്ല നമുക്ക്. ഉണ്ടെങ്കിലും ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു റിസർച്ച് അസോസിയേഷൻ ഈ നെറ്റ്വ ആണെന്ന് എനിക്ക് സംശയലേശമില്ലാതെ പറയാം. എപ്പോഴും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, സുരേഷ് ബാബുക്കെ നേതൃത്വത്തിൽ എപ്പോഴും വിവിധ തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും അവർ ആവിഷ്കരിക്കുകയും നമുക്ക് ക്ഷണിക്കുകയും അതിനൊക്കെ എല്ലാവിധ സഹായ സഹായങ്ങളും നമുക്ക് നൽകാറുണ്ട്. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ റിസർച്ച് അസോസിയേഷനുകൾ. അല്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ ലഹരിക്കെതിരായിട്ടുള്ളതായാലും മറ്റു സാമൂഹിക വിപത്തുകൾക്കെതിരായിട്ടൊക്കെയുള്ള വ്യക്തമായ ഒരു പ്രചരണം നടത്താൻ. അപ്പൊ അതിന്റെ ഒരു റിലീസും കൂടി നടക്കണേ. അപ്പൊ ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ളത് നമ്മുടെ സബ് കളക്ടർ ഇത് തുടർന്ന് പറയും. അപ്പൊ അതിന്റെ പേരും അതാരാണ് അത് സജസ്റ്റ് ചെയ്തതെന്നുള്ള പേരൊക്കെ ഇപ്പോഴത്തെ ഡിക്ലെയർ ചെയ്ത് ഞങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞതാണ്. അതിന്റെ ഭാഗ്യവാന് അവർ സ്വന്തം തന്നെ മുന്നോട്ട് വരണം. കാരണം ഇത് ഒത്തിരി ഞങ്ങൾ പ്രതീക്ഷിച്ചതിലാണ് 100 കണക്കില് പേരുകൾ വന്നത്. കാരണം നമുക്കത് ആളുടെ പേര് അവര് തന്നെ മുന്നോട്ട് വന്നിട്ട് അത് 2-3 ആളുണ്ടെങ്കിൽ അതിനാണ്. അപ്പൊ ഈ ഓണം നമ്മളെ വാട്സാപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആളെ പിന്നെ 10-ാം തീയതി നമ്മൾ ഡിക്ലെയർ ചെയ്യണം. 14ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ വിപുലമായ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ നമ്മുടെ ഇതിൽ രജിസ്ട്രേഷനായിട്ടും മറ്റും പങ്കാളിത്തം ഇതിലുണ്ട്. പിന്നെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇതൊരു ഉപകാരപ്രദമായ ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ച് ട്രിനിറ്റി കണ്ണാസ്പത്രിയോടും അതുപോലെ ശിഹാബ്ദങ്ങൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോടുള്ള കൃതജ്ഞത ഈ വേളയിലൂടെ അറിയിക്കുകയാണ്. ഇതിന് ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട നെറ്റ്വ ഭാരവാഹികളെ, മറ്റ് പരിശോധന ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ നെറ്റ്വ അംഗങ്ങളെ, 2011 രൂപം കൊണ്ട നെറ്റ്വ തൃക്കണ്ടിയൂർ നോർത്ത് ഈസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ അതിൻ്റെ 14ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിക്കപ്പെട്ടിട്ടുള്ളത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. ഒരു ജനതയുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ ആളുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള നെറ്റ്വ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാണ്. എന്നും സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും സദാ
ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയും ചെയ്ത നെറ്റ്വ ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നെറ്റ്വയുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമുക്കൊരു മുതൽക്കൂട്ടാണ്. പ്രിയപ്പെട്ട നെറ്റ്വ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നെറ്റ്വയുടെ 14ാമത് വാർഷികത്തിന് മുന്നോടിയായി നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ്, മെഗാ മെഡിക്കൽ ക്യാമ്പ് ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും ട്രിനിറ്റി ഹൈ ഹോസ്പിറ്റലും സംയുക്തമായി നെറ്റ്വയോട് തോളോട് തോൾ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു ക്യാമ്പ് ഇവിടെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സബ് കളക്ടർ, നെറ്റ്വയ്ക്ക് എന്നും ഒരുപാട് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട സബ് കളക്ടർ ശ്രീ ദിലീപ് കെ കൈനിക്കരക്കും, അതുപോലെ തന്നെ ലഹരി ബോധവൽക്കരണവുമായി നല്ലൊരു സന്ദേശവും നാളെയുടെ യുവാക്കൾക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സാദിഖ് സാറിനും ടീം നെറ്റ്വ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ മാന്യ ടീം നെറ്റ്വയുടെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് Zan Media News, Tirur.